എന്നത്തെ പോലെ ഇന്ന് എൻ്റെ പരാതിയാണ്. ലിപ്സ്റ്റിക്കല്ല എൻ്റെ പരാതി. ഈ പാമ്പുകളുണ്ടല്ലോ, ചേരകൾ നിങ്ങൾ വിട്ടോ നമ്മളെ നാട്ടിലോട്ട്, കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഈ പാമ്പുകളെയൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. 1 വയസ്സായ 2 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ പാമ്പിൻ്റെ പുറകെ പോയി അതിൻ്റെ വാലിൽ കയറി പിടിച്ചെടുക്കും. അപ്പം എന്താക്കും? ആ പാമ്പുകൾ കുഞ്ഞിനെ കടിക്കും അല്ലേ? അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാണ്ടാവില്ല. ഇനി നമ്മളെ കടിച്ചാൽ തന്നെ ശരി, നമ്മൾ വീട്ടുകാർക്ക് നമ്മളില്ലാണ്ടായി പോവില്ലേ? അപ്പം നിങ്ങൾ സർക്കാർ ഒരു കാര്യം ചെയ്യും, 1 ഏക്കറോ 2 ഏക്കറോ എടുത്തിട്ടോ, എന്നിട്ട് അതിനകത്ത് ഈ പാമ്പുകളെല്ലാം കൊണ്ടിട്ടോ. നിങ്ങൾക്ക് പാമ്പിനൊന്നും ചെയ്യാതിരുന്നാൽ പോരെ? അല്ലെ നിങ്ങൾ കാട്ടിൽ കൊണ്ടിട്ടിട്ട് കാട്ടിൽ ചുറ്റിന് ഒരു മതിൽ കെട്ടിക്കും, ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. ഇങ്ങോട്ട് വരരുത് പ്ലീസ്, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വിടണ്ട, അവിടെ കിടന്നോട്ടെ. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ സർക്കാർ എല്ലാവരും കൂടെ പോയി, മന്ത്രിമാരും എല്ലാവരും പോയി കണ്ടോ, എനിക്ക് പ്രശ്നമില്ല. മൃഗസ്നേഹികളെല്ലാവരും പോയി കണ്ടോ. നമ്മളടുത്തേക്ക് ഇറക്കി വിടണ്ട, നമുക്ക് പേടിയാണ് ഇതിനെല്ലാം. പേടിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകുമ്പോൾ അവരെയും കൂട്ടിക്കോ, നോ പ്രോബ്ലം. നമുക്കെല്ലാം പേടിയാണ്, പുതുപ്പെണ്ണുങ്ങൾക്കെല്ലാം പേടിയാണ്, കുട്ടികൾക്ക് അതിനേക്കാളും പേടി. നമ്മളെ ജീവൻ അപകടത്തിലാവുന്നതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ പുറത്തു വിടുന്നതെന്ന് എനിക്കറിയില്ല. ചേര ഓക്കെ, എലികളെയൊക്കെ തിന്നോളൂ, നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത സാധനമാണ്. അതിന് നിങ്ങൾ വിട്ടോ, ബാക്കിയെല്ലാം നിങ്ങൾ കൊണ്ടുപോയിട്ടോ. നിങ്ങൾ കാട്ടിലോ എവിടെയാണെന്ന് വെച്ചിട്ടോ, പക്ഷെ കാട് മൊത്തം നിങ്ങൾ മതിൽ കിട്ടണം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങോട്ടും വിടരുത്. എവിടേക്കാന്ന് വെച്ചെടുത്തോണ്ട് കൂടെ രാത്രിയൊക്കെ നമ്മളെ കടിക്കാൻ ഓടിക്കുകയാണ്. നമ്മളറിയില്ലേ രാത്രിയൊക്കെ ഇങ്ങനെ നമ്മളെ ചുറ്റിനും നടന്നാൽ നമ്മളറിയില്ല കേട്ടോ. നമ്മളെ ഫ്ലാറ്റൊന്നുമില്ല, നമ്മളൊക്കെ നാട്ടിൻപുറത്തുകാരാണ്. നിങ്ങളെന്താക്കണം? പാമ്പിനെയൊക്കെ എടുത്തോണ്ടങ്ങ് പോകണം. ഇങ്ങോട്ടൊന്നും കണ്ടുവരുമോ പാമ്പിനെയൊന്നും, പ്ലീസ്, മൈ റിക്വസ്റ്റ്. ഇതിനെ കണ്ടാൽ തന്നെ പിന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊക്കെ. ഇന്ന് ഞാൻ ഒരു കഴിച്ചിട്ടില്ല പാമ്പിനെ കണ്ടിട്ട്, ഒരു തുള്ളി വെള്ളം മാത്രം കുടിച്ചേക്കുന്നു. ഞാൻ എന്ന് ഫുഡ് കഴിച്ചു തുടങ്ങും? പ്ലീസ്. മാനസികമായിട്ടുള്ള പേടി വേറെ ഇതിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ. എനിക്കൊന്നും പേടിയല്ല, എനിക്കൊക്കെ പിന്നെ ഇതിനെ കാണുമ്പോൾ ഉള്ള ഒരു ഇതാണ്, എനിക്കെന്നെ പറയാനും പറ്റാത്തൊരവസ്ഥ. പണ്ട് ഞാൻ TV പോലും മൃഗങ്ങളെ കണ്ടാൽ ഈ പാമ്പിനെയൊക്കെ ഇഴഞ്ഞു പോകുന്നുണ്ട, പിന്നെ ഞാൻ കഴിക്കാത്ത ഞാൻ. അപ്പോൾ ഇപ്പം മൃഗസ്നേഹികളൊക്കെ എന്നെ തച്ച് കൊല്ലുമായിരിക്കും. പ്ലീസ്, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. എനിക്കും ഇതിനെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഫുഡൊന്നും ഇറങ്ങില്ല. നിങ്ങൾ കൊണ്ടിക്കോ, നിങ്ങൾ വളർത്തിക്കോ, പട്ടീനെ പൂച്ചേനെ വളർത്തുന്നത് അതുപോലെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വളർത്തിക്കോ. നമുക്ക് വേണ്ടതിന് നമുക്ക് കാണണ്ട.